എൻ്റെ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഫ്രൂട്ട് ബൗളിൽ നല്ല പഴുത്ത പഴം ഉണ്ടാവും. ഇത് കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച പഴമാണ്, ഇത് പുതിയത് വാങ്ങിച്ച പഴമാണ്. അപ്പം അതിൻ്റെ ഇതിന് കളർ ഡിഫറൻസ് കാണാനില്ലേ. അപ്പോൾ ഇങ്ങനത്തെ കോലമായിട്ടുള്ള പഴമൊന്നും ഇനി ഒരു മനുഷ്യനും തൊട്ട് നോക്കില്ല. എല്ലാവരും ഈ പഴങ്ങൾ എടുക്കാനാണ് പോവാം. പഴം എങ്ങനെയായാലും ഞാൻ സാധാരണ ഇതിനെ വെച്ചിട്ടൊരു ബനാന ബ്രെഡാണ് ഉണ്ടാക്കാറ്. അങ്ങനെയാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിച്ചോളൂ കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു ബനാന ബ്രെഡ് ഉണ്ടാക്കാം. പഴം ആദ്യം തന്നെ നമുക്കൊന്നും തൊലിയൊക്കെ കളഞ്ഞ് മാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയെങ്കിലും ഇതൊന്ന് നല്ലോണം ഉടച്ചെടുക്കാം. അവൻ നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ബനാന ബ്രെഡ് ആയതുകൊണ്ടേ ഞാൻ ഇങ്ങനെ ഒരു ലോഫ് പാനിലാണ് ഇട്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് ബട്ടർ പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ പേപ്പർ, ഗ്രീസ് പ്രൂഫ് പേപ്പർ, ബേക്കിംഗ് പേപ്പർ, അത് വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് മാത്രം ഇങ്ങനെ വെക്കണം കേട്ടോ. സൈഡിലൊന്നും വേണ്ട, അടിയിൽ മാത്രം മതി. മടക്കി വെച്ചേക്കത് ഞാൻ പേപ്പർ, അതുകൊണ്ട് ഇങ്ങനെ മടങ്ങിയിരിക്കണേ. കുഴപ്പമില്ല, നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ ശരിയായിക്കോളും. ഈ പഴത്തിലേക്ക് ഞാൻ 2 മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാൻ പോവാണ്. ഭയങ്കര എളുപ്പമാണ് കേട്ടോ ബനാന ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾക്ക് ബീറ്ററോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാവുന്നതാണ്. എൻ്റെ പഴത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ കണ്ട് അതിനകത്തൊക്കെ എടുക്കണുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ മിക്സിയിലിട്ട് അടിച്ച പോലെ എടുക്കണ്ട, ഇങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. അടുത്തത് നമുക്ക് വേണ്ടത് ഒരു 100 ഗ്രാം ബട്ടറാണ്. അപ്പോൾ ഞാനിതൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കട്ടെ. ബട്ടറൊക്കെ ഇവിടെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച് ആ ബനാനയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ബട്ടർ ഒഴിക്കുമ്പോൾ അധികം ചൂടോട് കൂടിയുള്ള ബട്ടർ ഒഴിക്കരുത് കേട്ടോ, കാരണം നമ്മളിതിൽ മുട്ട ഇട്ടിട്ടുള്ളതുകൊണ്ടേ ചൂടുള്ള ബട്ടറും കൂടെ ഒഴിച്ചാൽ സ്ക്രാമ്പിൾഡ് എഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ മൈക്രോവേവിൽ എനിക്കൊരു 30 സെക്കൻഡ്സ് വേണ്ടി വന്നില്ല കേട്ടോ. ഒരു 20 സെക്കൻഡ്സ് ഒക്കെ ആയപ്പോൾ തന്നെ അത് നല്ലോണം മെൽറ്റായി കിട്ടി. കുറച്ച് ചെറിയൊരു കട്ടയുണ്ടായിരുന്നു, അത് നമ്മൾ പുറത്ത് വെച്ചിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ ആ കട്ട മെൽറ്റായിട്ട് കിട്ടിക്കോളും. ബാക്കി ബട്ടറൊക്കെ നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ജസ്റ്റ് ഒന്ന് ഇതിലൊഴിക്കുക, എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെനില എക്സ്ട്രാക്റ്റ് ഒഴിക്കാം. ഒരു ടീസ്പൂൺ വെനില എക്സ്ട്രാക്റ്റാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയായി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. ഒരു 225 ഗ്രാം മൈദ, അതായത് ഒരു 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ആദ്യം. 150 ഗ്രാം ഷുഗർ, ഞാൻ കാസ്റ്റർ ഷുഗറാണ് എടുക്കണത്, ചെറുതരിയില പഞ്ചസാര. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ സിന്നമൺ. അപ്പോൾ ബീറ്റർ എടുക്കില്ല എന്നുള്ള വാശിയിലാണ് ഞാൻ. അപ്പോൾ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ കുറേശ്ശെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ടിട്ട് ഞാനൊന്ന് ഈ ഫോർക്കും സ്പൂണും വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കാൻ പോണത്. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഫോർക്ക് വെച്ച് തന്നെയാണ് കേട്ടോ മാഷ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സ് ഇരിക്കുന്നുണ്ട്. ഇത് പിക്കോൺ നട്ട്സ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നട്ട്സും കൂടി ഇടാമെന്ന്. ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു 100 ഗ്രാം പിക്കോൺ നട്ട്സും കൂടെ ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇടണം. ഞാൻ അവനിൽ വെച്ചിട്ട് ചൂടാക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ റോ ആയിട്ടുള്ള പിക്കൺ നട്ട്സ് തന്നെയാണ്. അതായത് ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ, കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചിടണമെന്ന് മാത്രം. അപ്പോൾ പിക്കോൺ നട്ട്സൊക്കെ ഞാനിവിടെ ചെറുതാക്കിന്നില്ല, ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ടുണ്ട്, ഹോൾ നട്ട്സ് അല്ലാണ്ട്. ഇനി ഇത് ഈ ബാറ്ററിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ബാറ്റർ റെഡിയായി. പിന്നെ ഇതാ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ട്രെയിലേക്ക് ഒഴിക്കുക, ബേക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അതെ 1 മണിക്കൂർ എടുത്തുവിട്ട കേക്ക് ബേക്കായിട്ട് കിട്ടാനായിട്ട്.
ഇടയ്ക്കൊന്ന് ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു 45 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് ഉള്ളിലൊന്ന് കുത്തി നോക്കുക. അപ്പോൾ സ്റ്റിക്ക് ക്ലീൻ ആയിട്ട് കിട്ടുകയാണെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. എനിക്ക് എന്തായാലും ഇത് 1 hour എടുത്ത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ഇതിവിടെ ഈ ട്രേയിൽ തന്നെ ഇരുന്നിട്ടൊന്ന് തണുത്ത് വരട്ടെ. ബനാന ബ്രെഡ് ആ ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ബേക്കിംഗ് പേപ്പർ വെച്ചത് പീൽ ചെയ്തെടുക്കാം. ഇപ്പോഴും കുറച്ച് ചൂടുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറായി ഇത് പുറത്തിരിക്കാൻ തുടങ്ങിയിട്ട്, കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് കൂളാവാനായിട്ട്. അപ്പോൾ ഇതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തൊരു നല്ല മണമെന്നറിയോ ഇവിടെ ഈ ബനാന ബേക്ക് ചെയ്തതിൻ്റെ, പിന്നെ ആ നട്ട്സിൻ്റെയും ഒക്കെ ഇല്ലേ. അപ്പോൾ ഇതേ നമുക്ക് തിരിച്ച് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇത് സ്ലൈസസ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഉൾഭാഗം കണ്ട നട്ട്സൊക്കെ ആയി. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇത്. ഇതൊരു കേക്കിൻ്റെ പോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെങ്കിലും ബനാന ബ്രെഡ് എന്നാണ് ഇതിന് പറയണത്. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് എന്നൊക്കെ ഞാൻ വിചാരിക്കും. ഇത് ഉണ്ടാക്കിയാൽ 2 ദിവസത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതിപ്പോൾ തന്നെ തീരുട്ട. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. അടിപൊളി ഒരു സ്നാക്കുമാണ്. അപ്പോൾ എല്ലാവർക്കും ബനാന ബ്രെഡിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്മിതാസ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.